ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ചാപ്റ്ററായ ഡിസിഷൻ മേക്കിംഗ് മോഡൽസ് ആണ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ് മോഡൽസ്? ഡിസിഷൻ മേക്കിംഗ് എന്താണ് നമ്മൾ പഠിച്ചു. ഇനി ഡിസിഷൻ മേക്കിംഗ് മോഡൽ എന്താണെന്ന് നോക്കാം. എ ഡിസിഷൻ മേക്കിംഗ് മോഡൽ ഈസ് എ സ്ട്രക്ചേർഡ് പ്രോസസ് യൂസ്ഡ് ടു ഗൈഡ് ടീംസ് ടു മേക്ക് ഡിസിഷൻ. ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനുള്ളിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ടീം ഉണ്ടാവും. അവരെ ഗൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചേർഡ് പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ് മോഡൽ. Each decision maker model use different method help to analyze and overcome particular challenges. അവർ ഫേസ് ചെയ്യുന്ന ഓരോ ചാലഞ്ചസ് അനലൈസ് ചെയ്യാനും ഓവർകം ചെയ്യാനും ഇത് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ആണ് റാഷണൽ മോഡൽ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. The rational decision making model was developed in 1950s by Herbert A. Simon, an American economist, political scientist and psychologist. This model assumes that decision maker is an economic man as defined in the classical history of management. Classical theory of management ഒരു എക്കോണമിക് മാൻ ആയിട്ടാണ് ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ കണക്കാക്കുന്നത്. ഹീ ഈസ് ഗൈഡഡ് ബൈ എക്കണോമിക് മോട്ടീവ്സ് ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ്. അതിൻ്റെ മീനിങ് ആൻഡ് കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. എ റാഷണൽ ഡിസിഷൻ മേക്കിംഗ് മോഡൽ ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഡിസൈൻ ടു ഗൈഡ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഇൻ മേക്കിംഗ് സൗണ്ട് ഡിസിഷൻ. ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ വേണ്ടി ആ ഒരു ഗ്രൂപ്പിനെ ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിനെ ഗൈഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മോഡലുമാണ് ഈ റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. It involves identifying a problem, generating and evaluating alternative solution and selecting the best course of action based on available information. അതൊരു പ്രോബ്ലം കിട്ടിയാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക, അതിന് സൊല്യൂഷൻ കണ്ടെത്തുക, എന്നിട്ട് ഒരു നല്ല തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു. This approach emphasizes logical reasoning and objective analysis, aiming to minimize bias and subjectivity in the decision-making process. The rational model of decision making uses logical steps to select the best possible solution. The goal of rational decision making is to identify a problem, pick a solution between multiple alternatives and find an answer. അതായത് ഇതിൻ്റെ ഗോൾ എന്താണ്? പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ നല്ലൊരു സൊല്യൂഷൻ എടുക്കുക, അതിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് കാണുക, എന്നിട്ട് അതിൽ ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യുക. Managers typically use the rational decision model when they have time for meeting and research, which allow them to create list of potential solution and discuss the pros and cons of each. അത് ഓരോ ഡിസിഷൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Rational decision model is normative. They follow deterministic approach to problem solving. They presume that managers can make optimum decisions. They are based on complete information of environment, internal and external, and knowledge of various alternatives that help in arriving the best alternatives. They believe that outcome of each alternative is known as the certainty and outcome of the various alternatives with certainty and perfection. അതായത് റാഷണൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ യുക്തിപൂർണമായ ഒരു തീരുമാനം എടുക്കുന്നതുകൊണ്ട് മാനേജർക്ക് പല തീരുമാനത്തിലും പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ കിട്ടുന്നു. അതുപോലെ അത് ഏതെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ അത് പരിഹരിക്കാനും അതെല്ലാം മുൻകൂട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ്, ഇത് എക്സ്റ്റേണൽ ഇൻഫർമേഷൻസും കിട്ടും, ഇൻറ്റേർണൽ ഇൻഫർമേഷനും ലഭിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ഒരു നല്ല തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ ഈ ഒരു മെത്തേഡോടുകൂടി സാധിക്കുന്നു. ഓരോ ഓൾട്ടർനേറ്റീവ്സിനെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ പെർഫെക്റ്റ് ആയിട്ട് അവർക്കൊരു നല്ല ഡിസിഷൻ എടുക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. ഇതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേജസ് ഓഫ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. ഫസ്റ്റ് വൺ, ഡിഫൈൻ ദ ഗോൾ. The first step in rational decision making is to define the goal or obstacles we want to achieve or overcome. ഇതെല്ലാ ഓർഗനൈസേഷനിലും മെയിനായിട്ടുള്ള എയിം എന്താണ്? അവരുടെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നതാണ്. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള എന്തൊക്കെയാണോ തടസ്സങ്ങൾ അത് ഓവർകം ചെയ്യുക, ആ ലക്ഷ്യം അവർ നേടിയെടുക്കുക. ഡിഫൈനിങ് ഒബ്ജക്റ്റീവ് ഹെൽപ്പ് മാനേജേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് എക്സാക്ട്ലി ആൻഡ് ഔട്ട്കം ദ സൊല്യൂഷൻ ഷുഡ് പ്രൊഡ്യൂസ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് അവർ അല്ലെങ്കിൽ ഒരു ഗോൾ അവർ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതിലൂടെ അവർക്ക് പ്രോപ്പറായിട്ട് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഗ്യാതറിംഗ് റെലവൻറ്റ് ഇൻഫർമേഷൻ. Gathering reliable and relevant information is crucial. This stage involves unbiased data collection, free from personal prejudices of assumption. ഓരോ ഇൻഫർമേഷൻസ് അവർ ശേഖരിക്കുക, അത് തികച്ചും പക്ഷപാതപരമല്ലാതെ തികച്ചും ന്യായമായിട്ട്, അതൊരു പേഴ്സണൽ ബയസ് ഇല്ലാത്ത വിധത്തിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക.
Create a list of options. Using the relevant information, it is possible to create a list of options. For solution, ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ആ ഇൻഫർമേഷൻ്റെ ബേസിൽ അവർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. വൺസ് ദ പ്രോബ്ലം ഈസ് ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് ദ ഡാറ്റ ഈസ് കളക്റ്റഡ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ലേ ഔട്ട് ആൻഡ് ദ പോസിബിൾ സൊല്യൂഷൻ. ആദ്യം ഒരു പ്രോബ്ലം കണ്ടെത്തിയതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, അത് അതിനുള്ള സൊല്യൂഷൻ, പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. ക്രിയേറ്റിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. ഓപ്പണിംഗ് ദ ഡോർ ടു ഇന്നോവേറ്റീവ് ആൻഡ് പ്രീവിയസ്ലി അൺകൺസിഡേർഡ് ഓപ്ഷൻസ്. അത് ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. Arrange options by their value. After creating the list of options, arrange them by their likelihood of success. Options that have a higher chance of success also have a higher value, while options little evidence may have lower value. അതായത് നമ്മൾ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് സക്സസ് ചാൻസ് കൂടുതലുള്ളതിന് ഹയർ വാല്യൂവും അത് പ്രയോറിറ്റൈസ് ചെയ്യാം, കുറവുള്ളതിന് ലോവർ വാല്യൂ. അനലൈസിങ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഈച്ച് ഓൾട്ടർനേറ്റീവ് ബേസ്ഡ് ഓൺ ദ ഗ്യാദർ ഇൻഫർമേഷൻ അലോ ദ കമ്പാരിറ്റീവ് അസസ്മെൻറ്റ്. ദിസ് സ്റ്റെപ്പ് ഈസ് വൈറ്റൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ഇംപ്ലിക്കേഷൻ ഓഫ് ഈച്ച് ചോയ്സ്. അതിൻ്റെ ശരിയും തെറ്റും എല്ലാം നന്നായിട്ട് അനലൈസ് ചെയ്യുക, അതിൻ്റെ വാല്യൂ അനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്യുക. Choose the best option. After evaluating the option, the most rational choice is selected. The decision is based on which alternative best addresses the initially defined problem while aligning with the decision maker's goal and value. ഏറ്റവും നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നല്ല ഓപ്ഷൻ സെലക്ട് ചെയ്യുക. Finalize decision and take action. Implementing the chosen solution is an important as making as the decision. This involving എന്തൊക്കെ വേണ്ടത്, പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് മോണിറ്ററിങ് ടു അച്ചീവ് ദ ഡിസൈർഡ് outcome. A review of decision and consequences. The final principle involves critically reviewing the decision making process and outcomes. അതിനെ ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയും അതിൻ്റെ ഔട്ട്കമ്മിനെയും റിവ്യൂ ചെയ്യുക. ദിസ് റിഫ്ലക്ഷൻ എയ്ഡ് ഇൻ ലേണിംഗ് ഫ്രം ദ എക്സ്പീരിയൻസ് ആൻഡ് ഇംപ്രൂവിങ് ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ്. ഇത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് നേടാനും ഫ്യൂച്ചറിൽ ഇംപ്രൂവിങ് ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിനും സഹായിക്കുന്നു. നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻസ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഈ റാഷണൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക്. Firstly, it provides a structured framework for approaching complex decision, ensuring that all relevant factors are considered systematically. സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യേണ്ടതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് ഇതിൽ ഉണ്ടാവുന്നു. This systematic approach minimizes the likelihood of overlooking critical information and making decision based on bias or emotion. ഇതിങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഫ്രെയിം വർക്ക് ഉള്ളതനുസരിച്ച് അവരുടെ ഒരു പക്ഷപാതപരമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ഇവിടെ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് അത് ഇമോഷനെയും അല്ലെങ്കിൽ പേഴ്സണൽ ഫേവറിനെയും ഒന്നും അത് ബാധിക്കില്ല. ഒബ്ജക്റ്റീവ് അനാലിസിസ്. By emphasizing logic, reason and objective analysis, the model helps decision makers minimize the influence of biases, emotion and personal preferences. This promotes rational decision making that is based on fact, evidence and careful evaluate an alternative. അതായത് പ്രോപ്പറായിട്ടുള്ള എവിഡൻസ്, ഫാക്റ്റ് അതിൻ്റെയൊക്കെ ബേസിൽ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് എടുക്കാം. വേറൊരു തരത്തിലുള്ള ഇമോഷൻസോ പേഴ്സണലായിട്ടുള്ള ഫേവറോ ഒന്നും ഇതിൽ ബാധിക്കുന്നില്ല. ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, വളരെ സുതാര്യമായിരിക്കും. ഫോളോയിങ് എ റാഷണൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എൻഹാൻസസ് ട്രാൻസ്പെറൻസി ഇൻ ഡിസിഷൻ മേക്കിംഗ് as it allows stakeholders to understand the reasoning behind the decision and factors considered in the decision making process. അതായത് ഇത് പ്രോപ്പറായിട്ടൊരു ഗൈഡ് ലൈൻ ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഡിസിഷൻ മേക്കറിന് ഇത് ഏതൊക്കെയാണ് അവർ ഈ ഡിസിഷൻ മേക്കിങ്ങിൽ പിന്നിലുള്ള റീസൺസും അത് എങ്ങനെയാണ് അവർ ആ പ്രോസസ്സിലേക്ക് എത്തിച്ചേരുന്നതെന്നും ഏതൊക്കെ ഫാക്ടേഴ്സാണ് അവർ കൺസിഡർ ചെയ്യുന്നതും ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. This does trust and accountability within an organization and among stakeholders. Minimize risk. By considering the potential consequence of each alternative and evaluating their risk, model help in managing risk effectively. Risk നല്ല രീതിയിൽ അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. Decision makers can identify the mitigate potential risk before making decision, thus reducing the likelihood of negative outcome. അവർക്ക് പ്രോപ്പറായിട്ട് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു അവരെ. എൻഹാൻസ് ഡിസിഷൻ മേക്കിംഗ് capabilities. The rational decision making model is valuable for
enhancing decision-making capability and driving success in various personal, professional, and organizational contexts. Consistency. The model promotes consistency in decision making by providing a standardized framework that can be applied consistently across different situations and contexts. This ensures the decision makers in fair and impartial manner regardless of individual difference or external pressure. അതൊരു എക്സ്റ്റേണൽ പ്രഷർ ഇല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഫേവർ ഇല്ലാതെ അവർക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്കൊരു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു. സ്ട്രാറ്റജിക് പ്ലാനിങ്. This model facilitates strategic planning by guiding decision makers to consider long-term goals, consequences, and implications of their decision. This helps in aligning decision with organizational objective and prioritizing actions that contribute to overall success. അതൊരു ഡിസിഷൻ എടുക്കുമ്പോൾ വരുന്ന കോൺസിക്വൻസസ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ലോങ് ടേം ഗോൾ സെറ്റാണ്, ഇതെല്ലാം ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ ഇവർക്ക് സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നു. Continuous improvement. Though the process of monitoring, evaluating, and learning from decision, the model promotes a culture of continuous improvement. നമ്മൾ എന്തൊക്കെ മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അതിനെ ആ ഡിസിഷനിൽ നിന്ന് പഠിക്കുക, അത് അനലൈസ് ചെയ്യുക, ഇതിലൂടെയൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് വരുത്താൻ സാധിക്കും. Decision makers can identify areas of improvement, learn from past experience, and refine the decision making skill over time. അവർക്ക് ഇതിന് മുമ്പ് എടുത്ത ഡിസിഷൻ എന്തെങ്കിലും പാകപ്പിഴകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്ക് പഠിച്ച് അടുത്ത ഡിസിഷനെ അത് കുറച്ചും കൂടി നന്നായിട്ട് അവർക്ക് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നു. Decision quality. Ultimately, the rational decision making model aims to improve the quality of decision by providing a structured framework for assessing alternative, considering consequences, and selecting most appropriate course of action. അത് ഇത് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് ആയതുകൊണ്ട് തന്നെ അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് സാധിക്കുന്നു. അതുപോലെ അത് കോൺസിക്വൻസസ് കൺസിഡർ ചെയ്യാനും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ, ഈ ഓൾട്ടർനേറ്റീവ്സിന് സെലക്ട് ചെയ്യാനും അതിലൂടെ അതിന് സാധിക്കുന്നു. ദിസ് ലീഡ് എ ബെറ്റർ ഔട്ട്കം ആൻഡ് ഇൻക്രീസ് സക്സസ് ഇൻ അച്ചീവിങ് ഗോൾ. അത് നമുക്കൊരു നല്ല രീതിയിലുള്ള ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നോക്കാം. The rational model allows for an objective approach that is based on scientifically obtained data to reach informed decision. ഒരു സ്ട്രക്ചേർഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റീവ് അപ്രോച്ചാണ് ഈ ഒരു ഡിസിഷനിൽ എത്തിച്ചേരാനായിട്ട് അവർക്ക് കിട്ടുന്നത്. ദ ഡിസിഷൻ മേക്കിംഗ് മോഡൽ ക്യാൻ റിഡ്യൂസ് ദ ചാൻസ് ഓഫ് എറർ, അൺസർട്ടനിറ്റി, അസംഷൻ ആൻഡ് സബ്ജക്റ്റിവിറ്റി ഓഫ് ഡിസ്റ്റോർഷൻസ്. അതായത് ഇതിൽ എറേഴ്സ്, അൺസർട്ടനിറ്റീസ്, ഇതൊക്കെ അസംഷൻ, ഇതൊക്കെ കുറയ്ക്കുന്നു. This approach can also reduce risk of failure because the evaluation and selection of process of approach are based on sane and logic information and knowledge. പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആൻഡ് നോളജിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് അവർക്ക് അവരുടെ റിസ്ക് അല്ലെങ്കിൽ ഫെയിലിയർ കുറയ്ക്കാനായിട്ട് ഇവരെ സഹായിക്കുന്നു. റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ക്യാൻ ഹെൽപ്പ് ദ ഡിസിഷൻ മേക്കേഴ്സ് ടു ഡീൽ വിത്ത് ഡിഫിക്കൽട്ട് പ്രോബ്ലം ഇൻ എ കോംപ്ലക്സ് എൻവയോൺമെൻറ്റ്. ഒരു ഡിഫിക്കൽട്ട് പ്രോബ്ലം വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യണമെന്നും കൂടി അവർ അതിൽ നിന്ന് പഠിക്കുന്നു. ലിമിറ്റേഷൻ ഓഫ് ദ മോഡൽ. Actual decision making is not prescribed by the rational model. Actual decision making ഇതിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. They believe there are large number of alternatives of decision making. Such a situation is hypothetical in nature. These models are normative and prescriptive. They only describe what is best, what decision makers should do to make the best decision, and describe the norms and they should follow in making decision. They do not describe how the decision makers actually behave in different decision making situation. അതെങ്ങനെ ഇവർ ആക്ച്വലായിട്ട് ബിഹേവ് ചെയ്യണമെന്നല്ല, ഇവർ ഏതാണോ സ്ട്രക്ചർ ഓഫ് ഫ്രെയിം വർക്ക് അതിനനുസരിച്ചിട്ടാണ് പോകുന്നത്. ദേ ഓൺലി ഡിസ്ക്രൈബ് വാട്ട് ഈസ് ദ ബെസ്റ്റ്. ഏതാണോ ഏറ്റവും നല്ലതെന്ന് മാത്രമേ ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. ദ ബെസ്റ്റ് ഹൗവർ നോട്ട് അച്ചീവ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ. ചിലപ്പോൾ നമുക്ക് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. ദേ ഹാവ് നോ സ്കോപ്പ് ഓഫ് മാനേജറിയൽ ജഡ്ജ്മെൻറ്റ്, ഇൻറ്റ്യൂഷൻ ആൻഡ് പേഴ്സണൽ ബയസസ്. They are theoretical or unrealistic in nature. Next one, practical application of rational decision making model. First, business management. Leaders and managers use this model to make strategic decisions regarding product development, resource allocation, and market expansion. By systematically evaluating alternative, they can optimize outcome and minimize the systematic ആയിട്ട് അനലൈസ് ചെയ്യുന്നതുകൊണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നതോടുകൂടി അവർക്ക്
ഔട്ട്കംസ് കൂട്ടാനും റിസ്ക് മിനിമൈസ് ചെയ്യാനും സാധിക്കുന്നു. പബ്ലിക് പോളിസി. Government officials and policy makers employ the rational decision-making process to formulate policies and regulation. This ensures that the decisions are grounded in evidence and aim at addressing societal needs and challenges. Personal decision-making. Individuals utilize the model to make important life decisions such as career choice, financial investment, or major purchases. By following a structured approach, they can make ഇൻഫോംഡ് ഡിസിഷൻ ആൻഡ് അലൈൻ വിത്ത് ദെയർ വാല്യൂസ് ആൻഡ് ഒബ്ജക്റ്റീവ്. ഈ ഒരു മേഖലകളിലൊക്കെ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉപയോഗിക്കുന്നു. ഈ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് റിലേ ഓൺ ദ റാഷണൽ ഡിസിഷൻ മേക്കിംഗ് മോഡൽ ടു സോൾവ് പ്രോബ്ലം, റിസോൾവ് കോൺഫ്ലിക്റ്റ്, പ്രയോറിറ്റൈസ് ടാസ്ക് വിത്തിൻ ദ പ്രോജക്റ്റ് ടീം. It facilitates collaboration and ensure that decisions are made with the project success in mind. അതായത് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ അവർ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനും ടാസ്ക് പ്രയോറിറ്റൈസ് ചെയ്യാനും പ്രൊജക്റ്റിനുള്ളിലെ ഒരു ടീമിൽ എഫേർട്ടിൽ ഓരോന്ന് നന്നായി വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അത് അവർ ആ ഒരു അതായത് കൊളാബറേഷനിലൂടെ അവർക്കൊരു നല്ല സക്സസ് എത്തിച്ചേരാനായിട്ട് അവർക്ക് സാധിക്കുന്നു.